നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് കിരണിനോടും രതീഷിനോടും വേലുവിനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് നവീൻ അറിയാം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പെട്ടെന്നൊന്നും കിരണിനൊന്നും പുറത്തിറക്കാൻ പറ്റില്ല. കാരണം CA ഒരു കർഷക സ്വഭാവക്കാരനാണ്. അയാൾക്ക് തെളിവുകൾ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ കോടതിയിൽ ഹാജരാക്കാതെ പുറത്തിറക്കാനും പറ്റില്ല. നവീൻ പറഞ്ഞു, കിരണെ അറിയാലോ, വേലു കുറ്റം കൂടെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഞാൻ ആ CA ഒന്നുകൂടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് നവീൻ CA കാണാനായിട്ട് ഇല്ലെന്നേ. അങ്ങനെ CA കണ്ടിട്ട് ചോദിച്ചു, സാറേ, ഗംഗാപ്രസാദ് ഒരു കൊടും ക്രിമിനലാണ്. അവന്റെ തലയ്ക്ക് വരെ പോലീസ് വിലയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ നിരപരാധികളായ 3 പേരെ അകത്തിട്ട് ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് CA ചോദിച്ചു, നിരപരാധിയോ? അവര് നിരപരാധികളാന്ന് നവീൻ വക്കീലിനോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല സാറേ, സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയണ ഗംഗാപ്രസാദ് എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്. ഇവിടെയാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും അവന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം. അവനതുപോലെ ഒരു കൊടും ക്രിമിനലാണ്. ചെന്നൈ പോലീസ് വരെ അവനെ തേടി നടക്കുന്നുണ്ട്. അവൻ പലവട്ടം ജയിലിൽ ചാടിയവനാണ്. അങ്ങനെ ഒരുത്തന ഇല്ലാതായിരിക്കുന്നത്. അപ്പൊ അത് നല്ല കാര്യമൊന്ന് വിചാരിക്കുമല്ലേ ചെയ്യണ്ടേ? അതിന് പകരം അവനെ ഇല്ലാതാക്കിയെന്നും പറഞ്ഞുകൊണ്ട് പാവം പിടിച്ച 3 പേരെ അകത്തേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് CA പറഞ്ഞു, കാര്യം അവൻ ക്രിമിനലൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല വക്കീൽ സാറേ. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്വേഷിക്കണേന്ന് പറഞ്ഞു. ആര് തന്ന പരാതിയുടെ അടിസ്ഥാനത്തില്? സ്റ്റെഫി എന്ന് പറയുന്നൊരു സ്ത്രീ പരാതി വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഗംഗാപ്രസാദിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയണം പോലും. സ്റ്റെഫി അവൾ ഒരു ക്രിമിനൽ അല്ലേ? ജയിലിൽ കിടക്കുന്ന ക്രിമിനല്. ഇപ്പൊ പരോളിന് ഇറങ്ങിയിരിക്കുന്നവളല്ലേ? അവളല്ലേ പരാതി തന്നെ. ആ പരാതിക്ക് വല്ല കഴിവുണ്ടോ സാറേ? അതിന്റെ പേരില് കിരണിനെയൊക്കെ പിടിച്ച് അകത്തേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. സ്റ്റെഫി ഒരു ക്രിമിനലായിരിക്കും. ക്രിമിനലാന്നും പറഞ്ഞോണ്ട് ജയിലിൽ കിടക്കുന്നവളാന്നും പറഞ്ഞോണ്ട് അവൾക്ക് പരാതി തരാൻ പറ്റില്ല എന്നൊന്നുമില്ല. അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അവള് പരാതി തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതൊരു പോലീസിന്റെ കടമയാ. ഞാനത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, സാറിനും കാര്യങ്ങളൊക്കെ അറിയാം. സത്യാവസ്ഥകൾ സാറിനും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെയാണെങ്കിലും ശരി, അവനെ പോലെ ഒരു ക്രിമിനൽ മരിച്ചു കഴിഞ്ഞിടത്ത് സമാധാനിക്കുകയോ ചെയ്യണ്ടേ? ഒരുപക്ഷെ അവൻ ഇനിയും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മരണങ്ങൾ നടക്കും സാറിനറിയാലോ. പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് വേവലാതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അവ ശരിക്കും പറഞ്ഞാൽ മരിച്ചത് നന്നായെന്നാ ഞാനും പറയണേ. എനിക്ക് കിരണിനെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടാ സാറേ ഇതൊക്കെ പറയണേന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. വേലു കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് കോടതി ഹാജരാക്കും. അവിടെ വന്ന് ജാമ്യം എടുക്കാൻ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. അല്ലാതെ ഇവിടുന്ന് കൊണ്ടാൻ പറ്റില്ല എന്നൊക്കെ പറയണേ. നവീന് മനസ്സിലായി, അയാൾ നീതിക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യനാ. അയാളോട് പറഞ്ഞിട്ടും കാര്യമില്ല. പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതറ്റം വരെ പോയി സത്യാവസ്ഥ കണ്ടെത്താൻ മിടുക്കനാണ്. അയാളുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ നവീൻ വക്കീൽ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യത്തിനൊരു തീരുമാനമായി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി. ഒരു പക്ഷേങ്കില് ഇനിയിപ്പോ രക്ഷപ്പെടണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടായിരിക്കണം. കൊന്നത് ഇവരാരുമല്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരണം. അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പിന്നീട് നവീൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ സാറേ, കോടതിയിൽ കാണാം. കോടതിയിൽ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നവീന് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് SI പിന്നാലെ വരുന്നത്. SI പിന്നാലെ വന്നിട്ട് പറഞ്ഞു, സാറേ, CA സാറിന്റെ കാര്യം അറിയാലോ. CA സാർ ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ പോകും. എനിക്ക് ഈ പറയുന്ന അവന് എങ്ങനെയാലും മരിച്ചു കിട്ടിയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. അവൻ കാരണം എത്രമാത്രം തലവേദനയായിരുന്നു അറിയോ വക്കീൽ സാറേ. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായത്. പക്ഷെ അത് CI സാറിനൊന്നും മനസ്സിലാകത്തില്ല. ഈ കേസൊക്കെ പണ്ടേ കുഴിച്ചു പോകേണ്ട കാര്യമെന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, അത് ശരിയാ, നോക്കാം എന്താന്ന്. അപ്പോഴേക്കാണ് സ്റ്റെഫി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കിരണൊക്കെ പോലീസ് ലോക്കപ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ കാണാൻ വേണ്ടി സ്റ്റെഫി അങ്ങോട്ടേക്ക് വരുന്നതാണ്. അങ്ങനെ സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും SI പറഞ്ഞു, ഇത് ഇവളാണ് കൊണ്ടുവന്ന് പരാതി കൊടുത്തേന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇവളാണ്. അങ്ങനെ നവീൻ സ്റ്റെഫിയുടെ അടുത്തേക്കുന്നു. എന്നിട്ട് ചോദിച്ചു, നീയാണല്ലേ പരാതി കൊടുത്തല്ലേന്ന് ചോദിച്ചു. ഓ, വക്കീൽ അവരെ പുറത്തിറക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? എന്നിട്ട് എന്ത് പറ്റി? പുറത്തിറക്കാൻ പറ്റിയില്ലേന്ന് ചോദിച്ചു. നവീൻ പറഞ്ഞു, ഞാൻ പുറത്തിറക്കാൻ വന്നാണെങ്കിൽ ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യും. അധികം വൈകാതെ ഇറക്കുമെന്ന് പറഞ്ഞു. അതൊന്നും നടക്കത്തില്ല വക്കീൽ സാറേ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരകത്ത് കിടക്കുക തന്നെ ചെയ്യും. അത് കേട്ടപ്പം നവീൻ പറഞ്ഞു, എടി നീ എന്തിനാടി അവനെ പോലുള്ളൊരു ക്രിമിനലിന് വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ട് പരാതി കൊടുത്തേ? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റെഫി പറഞ്ഞു, അതെ, എനിക്ക് ആവശ്യം ഉണ്ടായിട്ട് തന്നെയാ.
ഞാൻ പരോളിന് ഇറങ്ങിയത് പോലും അവനെ കാണാൻ വേണ്ടിയിട്ടാ. അവനോടൊപ്പം ഒരു ജീവിതം പോയിച്ചിട്ട് ഞാൻ ജയിലിലേക്ക് പോയത് പോലും. പക്ഷെ അവൻ എന്തേലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല. അങ്ങനെ എന്തേലും അവനെ തീർത്താണെങ്കിൽ അവരോട് ഞാൻ പ്രതികാരം ചെയ്തിട്ട് അടങ്ങുള്ളൂ. ഇതിന്റെ ഒരു വാശിയാണ്. അത് കേട്ടപ്പം നവീൻ പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിനക്കൊരിക്കലും അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, നമുക്ക് കാണാം. വക്കീലിനെ കൊണ്ട് പറ്റാവുന്ന വക്കീലും ചെയ്തു. എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാനും ചെയ്യും. എനിക്ക് അവനെക്കുറിച്ച് അറിയണം. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അവനെ തീർത്ത ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ സ്റ്റെഫി പരോളിന് ഇറങ്ങൂലോ. പരോളിന് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ സ്റ്റെഫിക്ക് അറിയാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് സ്റ്റെഫി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് നവീനെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് കല്യാണിക്കാണെങ്കിൽ കിരണിനെ കാണാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെയായിട്ടും കിരണേട്ടൻ തന്നെ കാണാൻ വന്നിട്ടില്ല. ഇത്ര സമയം താമസിക്കുന്നൊന്നുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ കല്യാണി കാർത്തിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, കിരണേട്ടനെ ഇതിലായിട്ടും കണ്ടിട്ടില്ലോ കാർത്തി ചേച്ചി. കിരണേട്ടൻ എവിടെ പോയതെന്ന് ചോദിച്ചു. അത് പിന്നെ കിരൺ പുറത്തേക്ക് അങ്ങോട്ട് പോയിരിക്കുക. അല്ല, ഇത്ര സമയമായിട്ടും കണ്ടില്ല. വരും, നീ ധൈര്യമായിട്ടിരിക്കുക. എപ്പോഴും ICUലൊന്നും ആർക്കും വന്ന് കയറാൻ പറ്റില്ലല്ലോ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷൻ ആവുന്നൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വന്ന് പുറത്ത് നിൽക്കുന്നത്. ആർക്കും അങ്ങനെ കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഞാനാണെങ്കിലും ഇടയ്ക്ക് അതൊന്ന് വന്നു കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്നോട് ഡോക്ടർ കയറിക്കോളാൻ പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. അത് കല്യാണി വിശ്വസിച്ചു. പിന്നീട് കല്യാണി കാർത്തിയോട് ചോദിച്ചു, അല്ല, ആ CI മാർട്ടിന് വീണ്ടും അന്വേഷണം വല്ലതും ആരംഭിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ഇല്ല, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കിരൺ പറയണ്ടായിരുന്നല്ലോ. അയാളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. സമാധാനമായി. എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാർത്തിച്ച് ഇവിടെ കിടക്കുന്ന സമയത്തും എന്താവും നോക്കി ഓർത്തിട്ട്. ഇനി പേടിക്കണ്ടല്ലോ അല്ലേ? തൽക്കാലത്തേക്ക് പേടിക്കൊന്നും വേണ്ട. അയാൾ അന്വേഷണം നിർത്തിയ മട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഒഴുക്ക മട്ടില് ആ സംസാരം അവിടെ അവസാനിപ്പിക്കാനായിട്ട് കാർത്തിക ശ്രമിച്ചു. പിന്നീട് കല്യാണി വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കാർത്തിയോട്. കാർത്തി പറഞ്ഞത്, എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടെ നിന്ന് എഴുന്നേക്കണം. അറിയാലോ, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്യാണി അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല കാർത്തിയേച്ചി. ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നല്ലോ. ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ആ സമയത്ത് നവീനെ കാണാനായിട്ട് സേനം വരുന്നുണ്ട്. അങ്ങനെ സേനം വന്നിട്ട് നവീനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം നവീൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്ര എളുപ്പമൊന്നും പുറത്തിറക്കാൻ പറ്റില്ല. വേലു കുറ്റവും സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബോഡി എവിടെ, അതങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാളെ കോടതി ഹാജരാക്കണ സമയത്ത് ആ CIക്ക് എന്ത് തെളിവാ കിട്ടിയിരിക്കുന്ന അറിയത്തില്ല. അയാളെ നിർത്താൻ പോകുന്നത് എന്താണെന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സേനം പറഞ്ഞു, എന്ത് റിസ്ക് എടുത്തും എനിക്ക് അവരെ പുറത്തിറക്കണം. എൻ്റെ മോന് ഒരു കാരണവശാലും ജയിലിലേക്ക് പോയിക്കൂടാ. വേണേ അവന് പകരം ഞാൻ പോയിക്കോളാം വക്കീലെ. എന്താന്ന് വെച്ചാൽ വക്കീൽ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നവീൻ വക്കീൽ പറഞ്ഞു, അങ്ങനെ പറ്റുന്ന കാര്യമല്ല സാറേ. അങ്ങനെ ഒരാൾക്ക് ഒരാൾ പോകാൻ പറ്റില്ലല്ലോ. അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. വക്കീൽ സാറേ, എത്ര ഫീസായാലും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ തന്നോളാം. പക്ഷെ എനിക്ക് വേണ്ടത് എൻ്റെ മോനെയാണ്. അവനൊന്നും ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതും ഗംഗയെ പോലുള്ളൊരു കൊടും കിബറിലെ ഇല്ലാതാക്കിയെന്നും പറഞ്ഞിട്ട് നവീൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. ആ സമയത്ത് സ്റ്റെഫി CIയുടെ അടുത്തേക്ക് വന്നു. CI അടുത്ത് എന്നിട്ട് ചോദിച്ചു, സാറേ അന്വേഷണം എവിടം വരെ ആയെന്നൊക്കെ ചോദിച്ചു. CI പറഞ്ഞു, അന്വേഷിച്ചുകൊണ്ടിരിക്കുക സ്റ്റെഫി, അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയെന്ന് പറഞ്ഞു. സാറിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, കൊലയാളികളെ കണ്ടെത്തുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പേരില ഞാൻ സാറിനെ കേസ് ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. നീ പറഞ്ഞോണ്ടല്ല, എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അവസാനം കണ്ടെത്താൻ ശ്രമിക്കും. അതുകൊണ്ട് മാത്ര, അല്ലാതെ നീ പരാതി തന്നോണ്ടോ നിന്നോടുള്ള സിമ്പതി മൂലമൊന്നും അല്ലെന്ന് പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടല്ലേ സാറിൻ്റെ അടുത്ത് പരാതി കൊണ്ട് വന്നേ. അല്ല, എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരി, കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ സെല്ലിൻ്റെ അടുത്തേക്ക് സ്റ്റെഫി ചെല്ലുമ്പോൾ കിരണും രതീഷും വേലും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രതീഷ് നല്ല ദേഷ്യം വന്നു. അവള് വരുന്നുണ്ടെന്ന് പറയാണ്. സ്റ്റെഫി എന്നിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടാ ലോക്കപ്പ്? നല്ല സുഖമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വേലു പറഞ്ഞു, അതേടി നല്ല സുഖം തന്നെയാ, നീ കുറെ അനുഭവിച്ചല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, നിനക്ക് എന്തിന്റെ കേടായിരുന്നടി? ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കിയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കേസ് കൊടുക്കാനായിട്ട്. സ്റ്റെഫി പറഞ്ഞു, എൻ്റെ ഗംഗയെ നിങ്ങൾ ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. ആ കൊലയാളി ഞാൻ പുറത്തു കൊണ്ടുവരും, പിന്നീട് ഞാൻ അവരെ തീർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, നടന്നത് തന്നെ, നിന്നെ കണ്ടാതൊന്നും നടക്കത്തില്ല സ്റ്റെഫി, വെറുതെയാന്ന് പറഞ്ഞു. എടി, നിന്നെ പോലുള്ള ക്രിമിനല് നീ എന്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. അധികം വൈകാതെ നിനക്ക് പരോള് തീരല്ലോ, നിനക്ക് ജയിലിലേക്ക് തിരികെ പോകണ്ടെന്ന് ചോദിച്ചു. അതേടാ, ഞാൻ ജയിലിലേക്ക് തിരികെ പോവുക തന്നെ ചെയ്യും. പക്ഷെ ഇടയ്ക്ക് ഞാൻ വീണ്ടും പരോളിന് ഇറങ്ങൂലോ. ആ സമയത്ത് ഞാൻ അറിയും ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്നുള്ള കാര്യം.
അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവരെ തീർക്കാനായിട്ട് വരും. എൻ്റെ ഗംഗയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവിടുന്ന് വന്നത് തന്നെ എൻ്റെ ഗംഗയോടൊപ്പം ജീവിക്കാനായിട്ടാ. എൻ്റെ പ്രാണനായിരുന്നു അവന്. അവനെന്തേലും സംഭവിച്ചാൽ നാണം ഉണ്ടോടി നിനക്ക് അങ്ങനെയൊക്കെ പറയാനായിട്ട്? നിന്റെ ഗംഗയാണ് പോലും. അവനെല്ലാരും കൊല്ലല്ലേ. അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ടേ. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സ്റ്റേഫി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. എടി നീ അറിയണം, അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് അറിയാവോ? അപ്പൊ അവനെ കൊന്നു കഴിഞ്ഞപ്പോ നിനക്ക് ബുദ്ധിമുട്ടല്ലേന്ന്. ഇത് കേട്ടപ്പോ സ്റ്റെഫി പറഞ്ഞു, ഓഹോ അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞോണ്ടല്ലേന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, ദേ സ്റ്റെഫി, നീ വെറുതെ ഇല്ലാക്കാതെ ഒന്നും മനയണ്ട. അവന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവന്റെ കൊലയാളി ഞങ്ങളാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചോളാന്ന് പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, എത്രയും വലിയ ശിക്ഷ മേടിച്ചാലെങ്കിൽ അത്രയും വലിയ ശിക്ഷ ഉറപ്പായിട്ടും മേടിച്ചു വരുമെന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഒന്നാമത്തെ കാര്യം അവനൊരു കൊടും ക്രിമിനല്. അവനെ പോലെയുള്ള ക്രിമിനലിനെ തീർത്തതിന്റെ പേരില് ജയിലിൽ കിടക്കുവാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ടറിയെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ തുടരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അധികം വൈകാതെ കിരണിന്റെ കല്യാണിന്റെ കഥ തീരും. അപ്പൊ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അടുത്ത കാലത്തെങ്ങും തീരുമോന്ന്. ഇനി അധികം നാളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ, അപ്പോഴേക്കും തീരും. അപ്പൊ യഥാർത്ഥ കൊലയാളി പുറത്തു വരും. ഇനിയിപ്പോൾ അത് ആരാ എന്താണെന്നും അറിയത്തില്ല, കല്യാണിയാണോന്ന് പോലും അറിയത്തില്ല. കൃത്യസമയത്ത് വന്ന് അവന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തിയത്. ചിലപ്പോൾ അതിനാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.